So welcome back to our channel CTech. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ മൊഡ്യൂൾ 1ൽ OSI റെഫറൻസ് മോഡൽ പഠിച്ചായിരുന്നു അല്ലേ? OSI റെഫറൻസ് മോഡൽ പോലെ സിമിലർ ആയിട്ടൊരു റെഫറൻസ് മോഡലാണ് എന്ത് TCP/IP റെഫറൻസ് മോഡൽ. സോ നമുക്ക് നോക്കാം എന്താണ് TCP/IP റെഫറൻസ് മോഡൽ. നമ്മൾ OSI റെഫറൻസ് മോഡൽ എന്താണ് പഠിച്ചത്? OSIയിൽ അതൊരു 7 ലെയർഡ് ആർക്കിടെക്ചർ ആണെന്ന് പഠിച്ചു അല്ലേ? എന്നാൽ TCP/IP റെഫറൻസ് മോഡൽ ഒരു 4 ലെയർഡ് സ്യൂട്ട് ഓഫ് പ്രോട്ടോകോൾ, അതായത് TCP ഒരു 4 ലെയർഡ് ആർക്കിടെക്ചർ ആണ്. OSI എന്ന് പറഞ്ഞാൽ 7 ലെയർഡ് ആർക്കിടെക്ചർ ആണ്. അതുമാത്രമല്ല TCP സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് IP സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇത് രണ്ടിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കിയാൽ ഏകദേശം സിമിലർ ആണ്. നമ്മൾ OSIയിൽ പഠിച്ച ആ 7 ലെയറും തന്നെയാണ് TCP/IPയിലും വരുന്നത്. പക്ഷെ ചില 2 ലെയേഴ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് മെർജ് ചെയ്ത് ഒരൊറ്റ ലെയർ ആക്കിയതേ ഉള്ളൂ. നോക്കിയാൽ OSIയിൽ ആപ്ലിക്കേഷൻ ലെയർ TCPയിൽ അതേപോലെ ഉണ്ട്. ആപ്ലിക്കേഷൻ ലെയർ OSIയിലുള്ള പ്രസന്റേഷൻ ലെയറും സെക്ഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറും കൂടി ചേർന്ന് ഒരൊറ്റ ലെയർ ആക്കി, അതാണ് TCPയിൽ ട്രാൻസ്പോർട്ട് ലെയർ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ OSIയിലുള്ള നെറ്റ്വർക്ക് ലെയർ തന്നെയാണ് TCPയിൽ എന്ത് പേരിലായിട്ട് ഇരിക്കുന്നത്? ഇന്റർനെറ്റ് ലെയർ എന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. OSI ലെയറിൽ ലാസ്റ്റ് വരുന്ന 2 ലെയേഴ്സാണ് ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും. ഈ ഡേറ്റ ലിങ്കും ഫിസിക്കൽ ലെയറും കൂടി ഒരുമിച്ച് പുതിയൊരു ലെയർ ആയിട്ടാണ് എവിടെ ഇരിക്കുന്നത്? TCP, അതായത് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ല. നമ്മൾ OSIയിലുള്ള 7 ലെയറിനെ അവർ എന്ത് ചെയ്തു? കുറച്ച് 2-3 ലെയറിനെ ജോയിൻ ചെയ്ത് മെർജ് ചെയ്ത് ഒരൊറ്റ ലെയർ ആക്കി ചുരുക്കി TCP/IP റെഫറൻസ് മോഡൽ എന്താക്കി? ഒരു 4 ലെയർഡ് ആർക്കിടെക്ചർ ആക്കിയത്. അങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് മെർജ് ചെയ്യുന്നതെന്ന് നോക്കുക. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ലെയേഴ്സ് ഓഫ് TCP മോഡൽ എന്ന് പറഞ്ഞത് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ഉണ്ട്, അതിൽ ഇന്റർനെറ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ആപ്ലിക്കേഷൻ. നെറ്റ്വർക്ക് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ എന്താണ് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ ഈസ് ഈക്വലന്റ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. നമ്മുടെ OSIയിലുള്ള ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും കൂടി കമ്പൈൻ ചെയ്തുള്ള കോമ്പിനേഷൻ ആണ് എന്ത്? ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ. അതേപോലെ നമ്മൾ OSIയിലാണെങ്കിൽ ഈ ഡേറ്റ ലിങ്ക് ലെയർ സെപ്പറേറ്റ് അല്ലേ രണ്ടും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണ് അവിടുത്തെ പെർഫോമൻസ് പറയുന്നുണ്ട്. പക്ഷേ TCP/IP റെഫറൻസിൽ ജസ്റ്റ് അവർ പറയുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക് യൂസിങ് സം പ്രോട്ടോകോൾ, അതായത് IP പാക്കറ്റ്സ് സം പ്രോട്ടോകോൾ ഉപയോഗിച്ച് IP പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് TCP/IP റെഫറൻസ് മോഡൽ പറയുന്നത്. ഓക്കെ, അല്ല സെക്കൻഡ് ലെയർ ആണ് എന്ത്? ഇന്റർനെറ്റ് ലെയർ. എന്താണ് ഇന്റർനെറ്റ് ലെയർ? ഇന്റർനെറ്റ് ലെയർ ഒഫീഷ്യൽ പാക്കറ്റ് ഫോർമാറ്റ് ആൻഡ് ആർ കോൾഡ് ആൻഡ് പ്രോട്ടോകോൾ കോൾഡ് IP. സോ ഇന്റർനെറ്റ് ലെയർ മെയിൻലി അവിടെ ഡിഫൈൻ ചെയ്ത് ഒരു ഒഫീഷ്യൽ പാക്കറ്റ് ഫോർമാറ്റ് ആണ്. അതുപോലെ പ്രോട്ടോകോൾ, അതിന് നമ്മൾ എന്തെന്ന് പറയും? IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റ് ലെയറിൽ ഡിഫൈൻ ചെയ്യുന്നത്. ദ ഇന്റർനെറ്റ് ലെയർ ഈസ് ഈക്വലന്റ് ടു നെറ്റ്വർക്ക് ലെയർ. നമ്മൾ പറഞ്ഞില്ലേ OSIയിലുള്ള നെറ്റ്വർക്ക് ലെയറിന് ഈക്വലന്റ് ആണ് എന്ത്? TCP/IPയിലുള്ളത് IPയിലുള്ള എന്ത്? ഇന്റർനെറ്റ് ലെയർ. ദ ജോബ് ഓഫ് ഇന്റർനെറ്റ് ലെയർ ഈസ് ടു ഡെലിവർ IP പാക്കറ്റ്സ് വേർ ദർ ആർ സപ്പോസ്. എവിടെയാണോ IP പാക്കറ്റ്സ് പോവേണ്ടത് അവിടെ കൊണ്ടുപോയി അവിടെ അത് ഡെലിവർ ചെയ്യേണ്ടതാണ് ആരുടെ ജോലി? ഇന്റർനെറ്റ് ലെയറിൻ്റെ ജോലി. പാക്കറ്റ് റൗട്ടിംഗ് ആൻഡ് അവോയ്ഡിങ് കൺജഷൻ അത് മേജർ ഇഷ്യൂ. മേജറായിട്ട് ഇന്റർനെറ്റ് ലെയർ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പാക്കറ്റ് റൗട്ടിംഗ്, കറക്റ്റ് ഏത് പാക്കറ്റ് ഏത് റൂട്ട് വഴി പോകണം എന്നുള്ള പാക്കറ്റ് റൗട്ടിംഗ്, അതേപോലെ കൺജഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും മേജറായിട്ടുള്ള ഇഷ്യൂസ്. അതേപോലെ തന്നെ for these reasons it is reasonable to say that TCP/IP internet layer is similar to the OSI network layer. ഈ റീസൺസ് കൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്? TCP/IPയിലുള്ള ഇന്റർനെറ്റ് ലെയർ OSI റെഫറൻസ് മോഡലുള്ള നെറ്റ്വർക്ക് ലെയർ ആയിട്ട് എന്താണ്? സിമിലർ ആണ്. അതുമാത്രമല്ല ഇവിടെ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് പ്രോട്ടോകോൾസ് ആണ്. നമ്മൾ ഇനി വരുന്ന മൊഡ്യൂൾസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഏതൊക്കെയാണ് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, ARP, RARP, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, ICMP, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ, IGMP, ഇന്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോകോൾ. സോ ഈ 4 പ്രോട്ടോകോളാണ് ഇവിടെ യൂസ് ചെയ്യുന്ന 4 സപ്പോർട്ടിംഗ് പ്രോട്ടോകോൾസ്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ. നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് ലെയർ ഏതൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്? നമ്മളെ പ്രസൻറ്റേഷൻ ലെയറും അതേപോലെ സെക്ഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയർ OSIയിൽ എല്ലാം കൂടി മെർജ് ചെയ്താണ് കോമ്പിനേഷനാണ് എന്ത്? ഒരൊറ്റ ലെയറാക്കി ട്രാൻസ്പോർട്ട് ലെയറാക്കി TCPയിൽ വെച്ചിട്ടുള്ളത്. UDP ആൻഡ് TCP അത് ട്രാൻസ്പോർട്ട് ലെവൽ പ്രോട്ടോകോൾസ്. നമ്മൾ OSI പഠിച്ചപ്പോഴും പറഞ്ഞു UDPയും TCP ആണ് ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്.
ഫോർ ഡെലിവർ എ മെസ്സേജ് ഫ്രം എ പ്രോസസ് ടു അനദർ പ്രോസസ്. ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലോട്ട് ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോകോൾസ് ആണ് UDP ആൻഡ് TCP. അതിൽ TCP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, റിലയബിൾ ആണ്. അതാണ് നമ്മളിപ്പോൾ ഒരു വാട്സാപ്പ് ചാറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഇപ്പോൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് തിരിച്ച് എന്ത് വേണം? ഒരു അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ റിപ്ലൈ കിട്ടുന്ന ഒരു കണക്ഷനാണ്. അതാണ് കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ. അതേപോലെ TCP സ്ട്രീം ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് ഉള്ള UDP ആണ്, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. അത് നമ്മൾ പറഞ്ഞാൽ അൺറിലയബിൾ ആണല്ലേ, കണക്ഷൻ ലെസ്. അതാണ് നമുക്കിപ്പം യൂട്യൂബിൽ ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് നമ്മൾ മെസ്സേജ് അയക്കാം, പക്ഷെ വി കാനോട്ട് റിസീവ് എൻ അക്നോളജ്മെൻറ്റ് കാണത്തില്ല. ഓക്കെ, നമുക്ക് അറിയാൻ പറ്റത്തില്ല റിസീവ് ആയോ ഇല്ലയെന്ന്. അതാണ് അൺറിലയബിൾ പ്രോട്ടോകോൾ, കണക്ഷൻ കാണത്തില്ല. ഓക്കെ, അടുത്ത് എ ന്യൂ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ SCTP. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഒരു പുതിയ പ്രോട്ടോകോളും കൂടി എന്താണ്? SCTP, സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ. ലാസ്റ്റ് ലെയർ ഫോർത്ത് ലെയർ ഓഫ് TCP/IP മോഡലാണ് ആപ്ലിക്കേഷൻ ലെയർ. മെയിൻലി നമ്മൾ OSയിൽ പറഞ്ഞ പോലെയാണ്, ഇറ്റ് ഈസ് എ യൂസർ ഇൻ്റർഫേസ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ടു യൂസേഴ്സ്. യൂസർ ഹ്യൂമൻ ആവാം, സോഫ്റ്റ്വെയർ ആവാം, അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്കൊരു അതാണ് അവർ തമ്മിലുള്ള ഇൻ്റർഫേസിംഗ് ആണ് ആപ്ലിക്കേഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടെയ്ൻസ് ഓൾ ദ ഹൈ ലെവൽ പ്രോട്ടോകോൾസ്. എല്ലാ ഹൈ ലെവൽ പ്രോട്ടോകോൾസും ഉണ്ട്. ഫയൽ ട്രാൻസ്ഫർ, ഇലക്ട്രോണിക് മെയിൽ, അത് SMTPയും സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, DNS ഡൊമൈൻ നെയിം സിസ്റ്റം, ടെർമിനൽ നെറ്റ്വർക്ക്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ, HTTP, ഇതൊക്കെ എവിടെയുണ്ട്? ആപ്ലിക്കേഷൻ ലെയറിൽ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രോട്ടോകോൾസ് ആൻഡ് നെറ്റ്വർക്ക്സ്. ഏതൊക്കെ പ്രോട്ടോകോൾസ്, നെറ്റ്വർക്ക്സ് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ജസ്റ്റ് ഒരു ഡയഗ്രാം രൂപേണ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ട്, ടെലിനെറ്റ് ഉണ്ട്, SMTP ഉണ്ട്, DNS ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ഏതാണ്? TCP ഉണ്ട്, UDP ഉണ്ട്. നെറ്റ്വർക്കിലാണെങ്കിൽ IP, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ മാത്രം. ഫിസിക്കൽ ഡേറ്റ ലിങ്കിലാണെങ്കിലോ ARPANET ഉണ്ട്, SATNET ഉണ്ട്, പാക്കറ്റ് റേഡിയോ ഉണ്ട്, LAN ഉണ്ട്. ഇത് ഇത്രയും പ്രോട്ടോകോൾസ് അല്ല, ഇതെല്ലാം എന്താണ്? നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, ഫിസിക്കൽ ലെയറിലും ഡേറ്റ ലിങ്ക് ലെയറിലുള്ളത് എന്താ? രണ്ടും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക്, അതിലെന്താണ്? നെറ്റ്വർക്ക്സ് ആണുള്ള പ്രോട്ടോകോൾസ് അല്ല. ഓക്കെ അല്ലേ? ARPANET എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. SATNET എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ട്രെയിനേഴ്സ് നെറ്റ്വർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു 3-4 മാർക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് OSI മോഡലും TCP/IP തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്? OSIയിൽ എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് 7 ലെയേഴ്സ് ആൻഡ് TCP ഇറ്റ് കണ്ടെയ്ൻസ് 4 ലെയേഴ്സ്. നെക്സ്റ്റ് ആണ് കൺസിഡർഡ് ആസ് തിയററ്റിക്കൽ മോഡൽ. ഒരു തിയററ്റിക്കൽ മോഡലാണ് എന്ത്? OSI മോഡൽ. TCP എന്ന് പറഞ്ഞ ഒരു മോർ റിലയബിൾ മോഡലാണ്. ഓക്കെ, ഇറ്റ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സർവീസ്, ഇൻ്റർഫേസ് ആൻഡ് പ്രോട്ടോകോൾ. ഇത് മെയിൻലി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം എന്താണ്? സർവീസും ഇൻ്റർഫേസും പ്രോട്ടോകോളൊക്കെയാണ്. ഡസ് നോട്ട് ക്ലിയർലി ഡിസ്റ്റിങ്ക്വിഷ്. അതും ക്ലിയർലി എന്തിനാ സർവീസും ഇൻ്റർഫേസിനൊന്നും ക്ലിയർലി എന്ത് ചെയ്യുന്നില്ല? ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നില്ല. മോഡൽ വാസ് ഡെവലപ്ഡ് ബിഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് എന്ത്? മോഡൽ ഡെവലപ്പ് ചെയ്തത്. പ്രോട്ടോകോൾസ് വർ ഡെവലപ്ഡ് ഫസ്റ്റ് ആൻഡ് ദെൻ. ഇതിവിടെ TCPയിലാണെങ്കിൽ പ്രോട്ടോകോൾസ് ആണ് ആദ്യം ഡെവലപ്പ്, അതിന് ശേഷമാണ് എന്ത് ഡെവലപ്പ് ആയത്? മോഡൽ ഡെവലപ്പ് ആയത്. പിന്നെ പ്രോട്ടോകോൾ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് ആണ്. TCP/IPയിലാണെങ്കിൽ പ്രോട്ടോകോൾ ഡിപ്പെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ OSI ആണെങ്കിൽ മോർ കോംപ്ലക്സിറ്റി ഡ്യൂ ടു മോർ നമ്പർ ഓഫ് ലെയേഴ്സ്. ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, 7 ലെയേഴ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് കോംപ്ലക്സിറ്റി ആണ്. TCP എന്ന് പറഞ്ഞാൽ 4 ലെയേഴ്സ് അല്ലേ ഉള്ളൂ, സോ ലെസ് കോംപ്ലക്സിറ്റി ഡ്യൂ ടു ലെസ് നമ്പർ ഓഫ് ലെയേഴ്സ്. ഓക്കെ അല്ലേ?